മിൽമ ബോട്ടിൽ മിൽക്ക് തിരുവനന്തപുരം യൂണിറ്റിൽ തുടങ്ങി. കേരളത്തിൽ മറ്റ് യൂണിയനുകളും ഇത് ഏറ്റെടുക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. മിൽമ 14 ലക്ഷം കർഷകരെ ജീവിക്കാൻ സഹായിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പശുവിൻ പാലാണിതെന്നും അതിൻ്റെതായ പ്രത്യേകതകൾ അതിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളം കണി കണ്ടുണരുന്ന നന്മയെന്നത് വെറും പരസ്യവാചകമല്ല. പാലുൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ ഇന്ത്യയിൽ 2-3 സ്ഥാനത്താണ് മിൽമയെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിലെ കച്ചവടം ലാഭമുണ്ടാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുപ്പിയിൽ വരുന്ന പാലിന് അല്പം വില കൂടുതലായിരിക്കും, പക്ഷേ പ്രയോജനത്തിൽ ലാഭം ഇതായിരിക്കും. പ്രത്യേകിച്ച് കൗമിൽക്കാണ്. അതിന് അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടെന്നും മന്ത്രി സൂചിപ്പിച്ചു. കേരളത്തിലെ കച്ചവടം ലാഭമുണ്ടാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും 14 ലക്ഷം കർഷകരെയാണ് ജീവിക്കാൻ സഹായിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ കസ്റ്റമേഴ്സിന് ഈ ബോട്ടിൽ മേടിക്കുന്നതായിരിക്കും പ്രയോഗത്തിൽ ലാഭം. കാരണം ഒരു കുപ്പി മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അധികം ഉപയോഗിക്കത്തില്ല. സാധാരണഗതിയിൽ ഈ കുപ്പി ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല സൗകര്യപ്രദമായി കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റിൽ മിൽമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിലെ ഷെയറിൽ കുറച്ചുകൂടി അധികം കിട്ടാനും ഈ പുതിയ മിൽക്ക്, ഇങ്ങനെ കൗ മിൽക്ക്, പ്രത്യേകിച്ചും കൗ മിൽക്കാണ് അങ്ങനെ കുപ്പി കൊടുക്കുന്നത് സഹായിക്കും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ബോർഡ് മെമ്പർമാരോട് ചോദിക്കായിരുന്നു, ഇങ്ങോട്ട് ഇവിടെ വെച്ച് കണ്ടപ്പം, കൗ മിൽക്ക് തന്നെയാണോ, എരുമയുടെ പാല് നിങ്ങളുടെ കൂടെ വരില്ലേ? അല്ല, കൗ മിൽക്ക് മാത്രമുള്ള സ്ഥലത്തു നിന്ന് സെലക്ട് ചെയ്യുന്ന മിൽക്കാണ് എടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കൗ മിൽക്കിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. കൗ മിൽക്കാണ് ഈ ബോട്ടിൽ. അത് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നൊരു നല്ല ഇനിഷ്യേറ്റീവാണ് മിൽമ നടപ്പിലാക്കുന്നത്. മിൽമ കേരളത്തിൽ നടപ്പിലാക്കുന്ന പല ഇനിഷ്യേറ്റീവും കേരളം കണി കണ്ട് ഉണരുന്ന നന്മ എന്നുള്ളത് പരസ്യവാചകമല്ല. അത് ക്ഷീരകർഷകരുടെ ഒരു വിശ്വാസം ആർജിച്ച വലിയ പ്രസ്ഥാനമാണ്. കേരളത്തിൽ 14 ലക്ഷത്തിലധികം ക്ഷീരകർഷകരുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ചിലപ്പോൾ അത് വ്യത്യാസം കാണും, കൂടുതലുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ക്ഷീരരംഗത്തെ ഉദാഹരണം അമുലാണ്. അമുലിന് 50,000 കോടിയിലധികം സെയിൽസ് ഉണ്ട്. 50-ലും 60-ലൊക്കെ ആയിക്കാണുമെന്നാണ് എൻ്റെ ധാരണ. ഇപ്പോൾ ഞാൻ മുമ്പ് പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോൾ ഞങ്ങളവിടെ സന്ദർശിക്കുകയും അവരുടെ പ്രോസസ്സിങ് കാണുകയും ചെയ്തതിൻ്റെ അനുഭവത്തിൽ അന്നത്തെ സ്ഥിതി പറയാം. ലോകത്തെ ഏറ്റവും കൂടുതൽ പാലുൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നെസ്ലെയാണ്. ലോകത്തെ 2ാം സ്ഥാനം അമുലാണ്. അമുലിൻ്റെ അത്രയും വരില്ലെങ്കിലും ഇന്ത്യയിൽ അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന 2-3 സ്ഥാപനങ്ങളിലൊന്നാണ് നമ്മുടെ മിൽമ. അമുലിൻ്റെ പ്രത്യേകത, പാല് വാങ്ങുന്ന ഒരാൾ 100 രൂപയുടെ ഉൽപ്പന്നം, പാലോ ഐസ്ക്രീമോ മറ്റ് പേടയോ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിനകത്തെ 60 രൂപയോളം, 60 രൂപയ്ക്കടുത്ത് കർഷകന് കിട്ടും. അതാണ് കോപ്പറേറ്റീവ്സിൻ്റെ പ്രത്യേകത. നെസ്ലയിലാണെങ്കിൽ, യൂറോപ്പിലാണ്, അത് 40 രൂപ താഴെ കിട്ടും. അപ്പോൾ ഫാമേഴ്സിന് ഏറ്റവും കൂടുതലുള്ളതാണ് ഈ കോപ്പറേറ്റീവ്സ്. മിൽമയും ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കും. മിൽമയുടെ കേരളത്തിലാകെയുള്ള കച്ചവടം അമുലിൻ്റെ അത്രയും വരില്ലെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരം യൂണിയൻ കഴിഞ്ഞ വർഷമൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. മറ്റ് യൂണിയനുകളും നന്നായി പോകുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കോവിഡ് സമയത്തെ ചില അനുഭവങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ മൂർക്കനാട് പാൽ പൊടി ഫാക്ടറി സ്ഥാപിച്ചു. കോവിഡ് സമയത്താണ്. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്തും 2ാം പിണറായി സർക്കാരിൻ്റെ സമയത്തും കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായി. കോവിഡായപ്പോൾ എല്ലായിടത്തും ലോക്ക്ഡൗൺ വന്നു. ഒരു ദിവസം 2 ലക്ഷം ലിറ്റർ പാൽ വരെ വേസ്റ്റ് ആവുന്ന അനുഭവം നമുക്ക് വന്നു. സാധാരണഗതിയിൽ നമ്മുടെ മിൽമ തമിഴ്നാട്ടിൽ കൊടുത്തിട്ടാണ് പാല് പൊടിയാക്കി എടുക്കുക. പക്ഷേ അവിടെയും ഈ ലോക്ക്ഡൗൺ ആയത് കാരണം പാല് എടുക്കാൻ പറ്റുന്നില്ല. പാല് വളരെ നല്ല വസ്തുവാണെങ്കിലും ചീത്തയായ ഇത്രയും മോശപ്പെട്ട വസ്തുവില്ലെന്ന് നിങ്ങൾക്കറിയാം. പാല് ചീഞ്ഞാനുള്ള വാട വളരെ വലുതാണ്. ഇത് ഒഴുക്കിക്കളയേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വലിയ തുക, ഏകദേശം 50-100 കോടിക്ക് അടുത്ത് വരുന്ന അനുബന്ധമായ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ മൂർക്കനാട് അങ്ങനെ ഒരു ഫാക്ടറി വന്നതിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതൊക്കെ ഈ ഘട്ടത്തിൽ വലിയ തോതിൽ ക്ഷീരകർഷകരെ സഹായിക്കാൻ വന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇന്നിപ്പോൾ നമുക്ക് അത്യാവശ്യം 2 ലക്ഷം ലിറ്റർ പാല് വേണമെങ്കിലും പൊടിയാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളിലേക്ക് കേരളത്തിലെത്തി. കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ്. 14 ലക്ഷം കൃഷിക്കാരെ ജീവിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നല്ല പാല് നമുക്ക് കിട്ടും. നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പാല് വന്നാൽ എന്ത് ചെയ്യും? അമേരിക്ക എന്നുള്ള പാലല്ല, ഭയം ആസ്ട്രേലിയ എന്നുള്ള പാലാണ്. ആസ്ട്രേലിയയിലെ എന്നുള്ള പാല് ഇപ്പം ഫ്രീ ഓപ്പൺ മാർക്കറ്റ് കൊടുത്താൽ 30 രൂപയ്ക്കടുത്ത് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ 60 രൂപയ്ക്കോ 55 രൂപയ്ക്കോ വിൽക്കുമ്പോൾ 30 രൂപയ്ക്ക് വന്ന ആളുകൾ മേടിക്കുക. 30 രൂപയുടെ പാല് മേടിക്കും. നമ്മൾ വിചാരിക്കും ലാഭമല്ലേ, ഇപ്പം സിറ്റിയിലുള്ളൊരു പശുകൃഷിയില്ലല്ലോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ പശുകൃഷി ചെയ്യുന്നവരെന്ത് ചെയ്യും?
ഓരോ നാട്ടിലെയും വരുമാനവും അവരുടെ തൊഴിലും അനുസരിച്ചിട്ടാണ്, അവിടുത്തെ ജീവിത ചെലവനുസരിച്ചാണ് വില വരിക. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ 14 ലക്ഷം പേർക്ക് വരുമാനം ഇല്ലാതെ വരുമ്പം സർക്കാരിലേക്ക് വരുന്ന വരുമാനം, പൊതുവരുമാനം, നിങ്ങൾക്ക് മറ്റുള്ള ടൗണിലുള്ളവർക്ക് ശമ്പളം കിട്ടുന്ന വരുമാനമൊക്കെ ഇല്ലാതാവും ഇത്രയും പേർക്ക് ജോലി ഇല്ലാതെ വന്നാൽ. അതുകൊണ്ട് അങ്ങനെ യഥേഷ്ടം ഇറക്കുമതിക്ക് അനുവാദം കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കം, ഇന്ത്യൻ എക്കണോമി കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ 50% ചുങ്കം ഏർപ്പെടുത്തും എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണിയാണ്. മിൽമയുടെ ലാഭം 39.50 കോടിയാണെന്നും മുൻകാലങ്ങളിൽ ആദ്യമായാണ് മിൽമയ്ക്ക് ഇത്രയും ലാഭം ലഭിക്കുന്നതെന്നും മന്ത്രി കെ ചിഞ്ചുറാണി പറഞ്ഞു. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. നല്ല സമ്പത്താണ് അതിലൂടെ ലഭിക്കുന്നത്. പഞ്ചാബാണ് നമ്പർ 1, 2ാം സ്ഥാനത്ത് കേരളമാണ്. തിരുവനന്തപുരം യൂണിറ്റാണ് പുതിയ സംരംഭം കൊണ്ടുവന്നത്. ജില്ലയിൽ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഈ സംരംഭം. പിന്നീട് കൊല്ലം, പത്തനംതിട്ട യൂണിറ്റുകളിൽ വരും. പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കാമെന്നും മന്ത്രി പറഞ്ഞു. എം. ഫെനൂസ്, തിരുവനന്തപുരം.